വ്ളോഗ് എക്സസൈസ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ ദിനം പ്രതി എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. അപ്പോൾ ഞാൻ എന്തൊക്കെ എക്സസൈസാണ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറയുകയും തരികയും ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഞാൻ കാണിച്ചു തരുന്ന ഓരോ എക്സസൈസ് നിങ്ങൾ ദിനം പ്രതി ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് ഈ ചാനൽ മറക്കാതെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഫ്രണ്ട്സുകളിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ദിനം പ്രതി 2 സെറ്റ് എക്സസൈസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ തരം എക്സസൈസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര തരം എക്സസൈസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എക്സസൈസാണ് ഞങ്ങൾ ദിനം പ്രതി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു സിംഗിൾ എക്സസൈസ് നിങ്ങൾ ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അങ്ങനെ എക്സസൈസ് നിങ്ങൾ ചെയ്യരുത്. കാരണം ദിനം പ്രതി നിങ്ങൾ ഒരു എക്സസൈസാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ശരീരത്തിൽ ഗുണം ലഭിക്കില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ദോഷം സംഭവിക്കാൻ പോകുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ലാതെ എക്സസൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ശരീരത്തിനുള്ളൊരു വൃക്ക രീതിയിൽ പ്രവർത്തിക്കുന്നതിന് അറ്റാക്ക് വരും, പിന്നെ കിഡ്നിക്ക് സ്റ്റോക്കൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തരം എക്സസൈസും ഒരു തരം ജോലിയും ഒരു തരം വ്യായാമങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ദിനം പ്രതി മടുപ്പിക്കുന്ന ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ ഗുണമൊന്നും കിട്ടില്ല. കാരണം ദോഷമാണ് ഉപയോഗം. കാരണം ഇങ്ങനെ ഒരു ഡിഫറൻറ്റ് പോലും എക്സസൈസ് ഇല്ലാണ്ട് ഇങ്ങനെ ഈ സെയിം എക്സസൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാകും ശരീരം മോശ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ചിലപ്പോൾ മരിക്കാൻ ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ദിവസം ഡിഫറൻറ്റ് എക്സസൈസ് ചെയ്യണം. ഒരു ദിവസം സിംഗിൾ എക്സസൈസല്ല, മറ്റെന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സസൈസ് നിങ്ങൾ ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വളരെ കുറവാണ്. ഈ കുറവിൽ
അതിൻ്റെ അറ്റത്ത് ചെയ്യണം. അപ്പം ഞാൻ ഇതുവരെ ചെയ്തതിൻ്റെ തെറ്റാണ്. അതിൽ തെറ്റ് ചെയ്യുന്ന ആണ് തെറ്റാണെങ്കിൽ ചെയ്യുന്നത്. അത് സിമ്പിളായിട്ട് ഞാൻ അധികം മാർക്കിങ് ചെയ്യാം, അവിടെ ചെയ്യും. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ 7 തരം എക്സസൈസുകളുണ്ട്. ആവശ്യത്തിൽ 7 തരം എക്സസൈസുകൾ ഉണ്ട്. അത് ഞാൻ ഓരോന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, എന്നിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് ഞാനിപ്പോൾ പോകുന്ന ഓരോ എക്സസൈസുകളുണ്ട്. വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യത്തെ എക്സസൈസ് പറഞ്ഞല്ലോ. രണ്ടാമത്തെ എക്സസൈസാണ്. ഇത് 7 തരം ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ മോഷൻ ഞാൻ അവരോട് കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആദ്യം കാണിച്ച് തരാൻ പോവാണ്. ഫസ്റ്റ് എക്സസൈസ് ഇതുപോലെ നിങ്ങൾ എന്തെയ്യണം. ഫസ്റ്റ് എക്സസൈസ് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യും. ഇതെങ്ങനെ ചെയ്യണം? ചെറുതായിട്ട് നിങ്ങൾ ജമ്പ് ചെയ്യും. എങ്ങനെയാണ്? നമ്മൾ ഈ 2 കൈയും 2 കാലും ഒരുമിച്ച് ജമ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ഒരുമിച്ച് ചെയ്യണം? ഇടത് കാലും വലത് കാലും, വലത് കൈയും ഇടത് കൈയും ഒരുമിച്ച് ചെയ്യണം. വലത് കാലും ഇടത് കാലും നമ്മൾ കുറച്ച് അകത്തേക്ക് പിടിച്ചിട്ട് അതിലേക്ക് മുമ്പ് നമ്മൾ ജമ്പ് ചെയ്തിട്ട് ഇടത് കാലും വലത് കാലും ഇടത് കാലും ജമ്പ് ചെയ്യുമ്പോൾ 2 കാലുകളും ഒരുമിച്ച് ചെയ്യാം. അതിക്ക് പിടിച്ച് നിൽക്കാണ്ട് അതേ ഒരുമിച്ച് തന്നെ ഈ കൈയും തലയിടങ്ങി തന്നെ ഇങ്ങനെ പിടിക്കുക. അത് ഇങ്ങനെ പിടിക്കുമ്പോൾ അതിന് ശേഷം നമ്മൾ റിവൈസ് ചെയ്തിട്ട് നമ്മൾ കാലിന് 2 ആദ്യത്തെ പിടിച്ചേക്കാണ്. അത് പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുന്ന റിവൈസിൽ പെട്ടെന്ന് തന്നെ അറ്റൻഷനായിട്ട് നിൽക്കണം. ഇങ്ങനെ ഇതിങ്ങനെ നമ്മൾ കാണിച്ചില്ല. അത് എന്നിട്ട് എന്നിട്ട് റിവൈസ് ചെയ്യാം. ഇതിങ്ങനെ നിന്നിട്ട് ഇതിങ്ങനെ റിവൈസ് ചെയ്യുക. ഇതുപോലെ 30 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം റെസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇതുപോലെ ഞാൻ ഇതുപോലെ നമ്മൾ ഫോളോ ചെയ്യാം. ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇപ്പോൾ റെസ്റ്റ് വേണ്ട. ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു എക്സസൈസാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇത് നല്ലല്ല. ഇങ്ങനെ ഇടുകാല് വലുതുകാല് ഇങ്ങനെ 2
കാണിച്ചു തരാം. സ്ലോ മോഷൻ പറഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ അത് ഒന്നുമില്ല. ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, വലത് കാല് കണ്ണ് മുട്ടും തൊട്ട് മുമ്പുള്ള അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതുപോലെ പൊന്തിക്കുക, ഇതുകാലും ഇതുപോലെ പൊന്തിക്കുക. എന്നിട്ട് ഇതെങ്ങനെ ചെയ്യുന്നത് പറഞ്ഞുതരാം. നിങ്ങൾ ഇതുപോലെ പിടിച്ചിട്ട് ഇതിനെ കാലത്തേക്ക് കണക്ക് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വലതുകാലിൻ്റെ മുട്ടും തുടയും ഒരുമിച്ച് എന്ത് ചെയ്യുക, പൊന്തിക്കുക. എന്നിട്ട് താഴത്തെ പിന്നെ കണ്ണിൻ്റെ മുട്ടും തുടയും ഒരുമിച്ച് എന്ത് ചെയ്യുക, നേരത്തെ കാണിച്ച് തന്നതുപോലെ ഇതിൻ്റെ മുട്ടും തുടയും കൂടി പൊന്തിച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി പിടിക്കണം. അതുപോലെ വീണ്ടും ഒരു റിവേഴ്സ് തന്നെ ഇതുപോലെ തന്നെ ഇതിൽ താട്ട ഇങ്ങനെ അത് താട്ട ഇതുപോലെ 30 തവണ നിങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ റെസ്റ്റിൻ്റെ സംഭവം പറയുക, അത് വീണ്ടും നിങ്ങൾ ചെയ്യുക. അതിന് ശേഷം അടുത്ത പറഞ്ഞാൽ കാണിച്ചു തരാം. നിങ്ങൾ പിടിക്കുക, ഇത് മുടി മുപ്പത് തവണ ചെയ്യുക. എങ്ങനെയാണ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇങ്ങനെ കൈകൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യണം. മുട്ടും മുട്ടുകൊണ്ടുള്ള കറിയും രണ്ട് പേരും ചെയ്യണം, പൊന്തിച്ച് പിടിക്കണം. എന്നിട്ട് തുടങ്ങി ടച്ച് ചെയ്യും. ഇവിടെ തന്നെ കണിൻ്റെ മുകളിലുള്ള കടമ അതുപോലെ തന്നെ ടച്ച് ചെയ്യാം. ഇങ്ങനെ 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 30 തവണ ടച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റിന് വേണ്ടിയിട്ട് 1 2 3 4 ഇപ്പോൾ നമ്മൾ ചെയ്ത് മൂന്നാമത്തെ എക്സസൈസാണ്. നാലാമത്തെ എക്സസൈസ് ചെയ്യുമ്പോൾ സിമ്പിളാണ്. ഇത് 1 2 ഇത് റെസ്റ്റിന് വേണ്ടിയിട്ടാണ്. എന്താ പറഞ്ഞാൽ അടുത്ത എക്സസൈസ് ചെയ്യാനായിട്ട് ഒരു എനർജി വേണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു എക്സസൈസാണിത്. ഇത് ഇഷ്ടമാണ്. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് നിർത്തമൊക്കെ ചെയ്യാം, പക്ഷെ ഞാനത് പറയാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഇതാവും, നമുക്ക് നല്ലൊരു എനർജി കിട്ടുള്ളൂ. ഇത് 30 തവണ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, അടുത്ത എക്സസൈസ് നാലാമത്തെ അത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം അത് എങ്ങനെ ചെയ്തത് എന്ന് ഞാൻ മാത്രമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നാലാമത്തെ എക്സസൈസാണ്.
എഴുതുകാരൻ്റെ കടയിലേക്ക് അവിടെ നിന്ന് കവർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, എഴുതുകാരൻ്റെ കവർ ചെയ്തതിന് ശേഷം എഴുതുകാരൻ്റെ കവർ അടിയിലേക്ക് എന്ത് ചെയ്യണം, കുത്തിക്കണം. അടിയിലേക്ക് ഇങ്ങനെ കുത്തിക്കണം. അത് വൃത്താകൃതിയിൽ ചെയ്യും. അതുപോലെ നമ്മൾ ഇതിങ്ങനെ ആക്കി ശേഷം അതിൻ്റെ തൊട ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കവർ ചെയ്തതിന് ശേഷം അടിയിലായിട്ട് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ചെയ്യുക, പൊട്ടിക്കുക. ഇതുപോലെ തന്നെ ഇടത് കാലം വെച്ച് ഇതുപോലെ തന്നെ ചെയ്യുക. ഇടത് കാലമേ ഇതുപോലെ ഇതിങ്ങനെ ആക്കി ശേഷം നിങ്ങൾക്ക് ഇത് കണ്ണിൻ്റെ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. എന്നിട്ട് അടിയിലേക്ക് ഇടത് കാലിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. അതുപോലെ തന്നെ വിടവി വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ 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 ഇങ്ങനെ ഇതൊന്ന് ചെയ്യാം. ഇത് 30 തവണ ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ചെയ്ത് കഴിയുമ്പോൾ ഇത് നടക്കാണ്ട് ആരത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പറയുന്നത് ഇതുപോലെ ഇതുപോലെ ചെയ്തതിന് ശേഷം അടുത്ത എക്സസൈസിലേക്ക് കടക്കാൻ പാടില്ല. അടുത്ത എക്സസൈസാണ് ഇങ്ങനെ ഇത് ഇത് നെഞ്ചിലേക്ക് ചേർത്ത് വയ്ക്കുക. അത് ഇങ്ങനെ 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 ഇതെങ്ങനെയാ ഇതുപോലെ